ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടാണെങ്കിൽ കുന്നിൻ്റെ മീതേന്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനിയേട്ടൻ്റെ മോനെ അതാ മുന്നിൽ വണ്ടിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതാ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എത്തിയപ്പോൾ അതാ രണ്ടാൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഫയലൊക്കെ ഡിക്കിയിൽ വെക്കാനായിട്ട് ഡിക്കിയൊക്കെ തുറന്ന് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഹെൽമെറ്റൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ വന്നിട്ടാണ് ഹെൽമെറ്റൊക്കെ വെച്ചത്. അപ്പോഴതാ മറ്റാൾ പൊന്നൂസ് വാച്ചൊന്നും കെട്ടാതെയാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ വാച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയേട്ടൻ അവന് കെട്ടി കൊടുക്കുന്നുണ്ട് വാച്ചൊക്കെ. വാച്ചൊക്കെ കെട്ടി ഹെൽമെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എങ്ങോട്ടാ പോണു? പൊന്നൂസ് എങ്ങോട്ടാ പോണു? അറിയാതെയാണ് വരുന്നത്. പൊന്നാനിയാ? എന്തിനാണ്? ഡോക്ടറെ കാണിക്കാനല്ലേ? സൂപ്പർ. ഞങ്ങളുടെ വീട് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലാണ്, ഉൾഭാഗത്താണ് വീട് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് റോഡെത്തണമെങ്കിൽ കുറച്ച് ദൂരം പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ വീട് പാലക്കാട് ജില്ലയിലെ കുമ്പിടിയിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെയും പാലക്കാട് ജില്ലേൻ്റെയും അതിർത്തി പ്രദേശങ്ങളാണ് കുമ്പിടിയൊക്കെ. ഞങ്ങളിപ്പോൾ പോകുന്നത് പൊന്നാനി ചന്തപ്പടിയിലോട്ടാണ്. അവിടെയാണ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഇനി ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ളത് കൊണ്ട് തന്നെ പെട്രോൾ പമ്പിൽ കയറിയിട്ട് വേണം പോകാൻ. പെട്രോൾ പമ്പ് ഇവിടെ ഇപ്പോൾ പുതിയൊരു പെട്രോൾ പമ്പ് തുടങ്ങിയിട്ടുണ്ടായില്ല. എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറ്റിപ്പുറത്ത് പോകണമായിരുന്നു പെട്രോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പുതിയ പെട്രോൾ പമ്പാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ വലിയച്ഛൻ്റെ മകനുണ്ടായിരുന്നു. അവൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവനോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് അവിടുന്ന് പോന്നു. അപ്പോൾ കുമ്പിടിയിലുള്ള വേറൊരു ഏട്ടനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് തന്നെ. അവിടെ 10:15 എത്തണം എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9:30 9:45 ആയിരിക്കണം. ലേറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് തന്നെ. പിന്നെ അവനോട് ഒക്കെ പറഞ്ഞ് ബൈ പറഞ്ഞു പോന്നു. ഇവിടെയാണ് പാലക്കാട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെയും അതിർത്തി. നമ്മളിതാ അവിടുന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് ഇതാ മലപ്പുറം ജില്ലയിലേക്ക് കടന്നു. കറക്റ്റിലിപ്പോൾ മലപ്പുറം ജില്ലയിലെത്തി നമ്മൾ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഇരിക്കുന്നിടത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് നല്ല തിരക്കായിരുന്നു. അവിടെ ഫ്രണ്ടിൽ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി നല്ല തിരക്കാണെന്ന്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാനായിട്ട്. പക്ഷേ അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്ക് കുറവായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിവാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നല്ല തിരക്കാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒഴിവാകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പെട്ടുപോയി. കയറിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതാണെങ്കിലോ ടോക്കൺ 52 ഞങ്ങൾ ചെന്ന സമയത്ത് ടോക്കൺ ആകെ 15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ നേരം അവിടെ ഇരുന്നിട്ട് മോനക്ക് പൊന്നൂസിന് ആകെ ബോറടിച്ച് വരണ്ട എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. വീട്ടിലിരുന്നു പറഞ്ഞിട്ട് കേൾക്കാതെ കൂടെ വന്ന് ലാസ്റ്റ് അവൻ വീട്ടിൽ പോവാ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് ഏകദേശം 12:30 ആയിരിക്കുന്നു. 12:30 ആയപ്പോഴാണ് നമുക്ക് നമ്മളെ ടോക്കൺ നമ്പർ ആയത്. ഡോക്ടർക്ക് കാണിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി. ഞാനായിട്ടത് മെഡിസിൻ വാങ്ങിക്കാൻ നിൽക്കുകയായിരുന്നു. മെഡിസിനൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കായിരുന്നു. അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു വീട്ടിൽ പോകാമെന്നുള്ളത്. അപ്പം ഇനി അതിൻ്റെ വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.